ലാസ്റ്റ് പാർട്ടിലോട്ട് പോവാണ്. ഇതോടെ കഴിയുമ്പോൾ നമ്മുടെ IoT മൊത്തത്തിൽ തീരും. നമുക്ക് പിന്നെ ഇതോടെ കഴിഞ്ഞിട്ട് പ്രീവിയസ് ഇയറോടെ ജസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വരുന്നത് മെസ്സേജ് ഇൻറ്റഗ്രിറ്റി. മെസ്സേജ് ഇൻറ്റഗ്രിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുവാണ്? നമ്മുടെ മെസ്സേജ് ഓൾട്ടേർഡ് അല്ല, അതായത് നമ്മൾ കൊടുത്തിരിക്കുന്ന മെസ്സേജ് തന്നെയാണ് ട്രാൻസ്മിറ്റ് ചെയ്തിരിക്കുന്നത്, അതിൽ ഓൾട്രേഷൻ ഒന്നും വന്നിട്ടില്ല എന്നുള്ള കാര്യത്തിൽ ഉറപ്പ് വരുത്തുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മെസ്സേജ് ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നത്. കണ്ടോ, ഡേറ്റ റിസീവ്ഡ് ഈസ് എക്സാക്ട്ലി ആസ് സെയിം ആസ് ഇറ്റ് വാസ് സെൻഡ്. നമ്മൾ സെൻഡ് ചെയ്ത ഡേറ്റയും റിസീവ് ചെയ്ത ഡേറ്റയും എന്താണ്? സെയിം ആണെന്നാണ് നമ്മൾ ഇതിനകത്തിൽ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇതിനകത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് എൻഷുർ ചെയ്യുന്നത്? അൺആൾട്ടേർഡ് ട്രാൻസ്മിഷൻസ് അൺആൾട്ടേർഡ് ആയിരിക്കണം, ഇടയ്ക്ക് ഇൻട്രപ്ഷൻസ് ഒന്നും വരാൻ പാടില്ല. വെരിഫിക്കേഷൻ മെക്കാനിസം കറക്റ്റ് ആണോ എന്നുള്ള കാര്യം നമ്മൾ വെരിഫൈ ചെയ്യുക. ഒതൻറ്റിക്കേഷൻ നമ്മൾ തന്നെ ആണോ ആ ഡീറ്റെയിൽസ് അസസ് ചെയ്യുക എന്നുള്ളത് ചെക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ എന്താണ് ജനറേറ്റ് ചെയ്യുന്നത്? ഹാഷ് ഫംഗ്ഷനാണ് ജനറേറ്റ് ചെയ്യുന്നത്. ഒതൻറ്റിക്കേഷൻ ആൻഡ് ഓതറൈസേഷൻ പഠിച്ച പോലെ തന്നെ, ഓതറൈസേഷൻ അല്ല ഒതൻറ്റിക്കേഷൻ പഠിച്ചതുപോലെ തന്നെ ഇവിടെ നമ്മളൊരു ഫിക്സഡ് ലെങ്ത് ഹാഷ് വാല്യൂ ഓരോ മെസ്സേജിനും നമ്മൾ എന്ത് ചെയ്യും? ജനറേറ്റ് ചെയ്യും. എന്നിട്ട് ഈ മെസ്സേജിൻ്റെ കൂട്ടത്തിൽ തന്നെ അതിൻ്റെ ഹാഷും കൂടെ നമ്മൾ എവിടോട്ട് സെൻഡ് ചെയ്യും? റിസീവറിലോട്ട് സെൻഡ് ചെയ്യും. അതിനകത്തിൽ ഈ ഹാഷിനെ സെക്യൂറായിട്ട് യൂസ് ചെയ്യാനായിട്ട് നമ്മൾ എപ്പോഴും എന്ത് യൂസ് ചെയ്യും? ഒരു ഒതൻറ്റിക്കേഷൻ കോഡായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് ഈ ഹാഷിൻ്റെ കൂടെ നമ്മൾ എന്തിനെ കൂടെ കമ്പൈൻ ചെയ്യും? ഒരു സീക്രട്ട് കീ ആയ ഒരു ഒതൻറ്റിക്കേഷൻ കോഡിനെ കൂടെ നമ്മൾ കൊടുക്കും. നമ്മൾ മുമ്പേ പറഞ്ഞു ഒതൻറ്റിക്കേഷനിലെ പ്രോസസ്സ് തന്നെ എഴുതി വെച്ചാൽ മതി. ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും, അതായത് ഇത്രയും പാടായിട്ടൊന്നും എഴുതണ്ട. ഒരു മെസ്സേജിന് നമ്മൾ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഹാഷ് വാല്യൂ ക്രിയേറ്റ് ചെയ്യും. അതിനകത്തിൽ എന്ത് കാണും? ഒരു സീക്രട്ട് കീ കാണും. എന്നിട്ട് അത് റിസീവറിലോട്ട് കൊടുക്കും. എന്നിട്ട് റിസീവറിൽ എത്തിക്കഴിയുമ്പം അത് റിസീവ്ഡ് മെസ്സേജിൻ്റെ ഹാഷ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യും. ആ കാൽക്കുലേറ്റ് ചെയ്ത ഹാഷ് വാല്യൂവും നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ഹാഷ് വാല്യൂയും കൂടെ എന്ത് ചെയ്യും? കമ്പയർ ചെയ്യും. കമ്പയർ ചെയ്യുമ്പോൾ മാച്ച് ചെയ്യുന്നെന്നുണ്ടെങ്കിലും അത് ഇനാക്റ്റ് ആണ്, അതായത് വേരിയേഷനൊന്നുമില്ല. നമ്മളുടെ ട്രാൻസ്മിറ്റ് ചെയ്ത സാധനം തന്നെയാണ് റിസീവ് ചെയ്തിരിക്കുന്നത്. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് ഹാഷ് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തു, എന്നിട്ട് മെസ്സേജിൻ്റെ കൂടെ ട്രാൻസ്മിറ്റ് ചെയ്തു. അത് റിസീവറിൽ എത്തിക്കഴിഞ്ഞപ്പം ആ റിസീവറിലെത്തിയതിൻ്റെ ഹാഷ് വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ട്രാൻസ്മിറ്ററിൽ നിന്ന് പോയ ഹാഷ് വാല്യൂവും റിസീവറിലെത്തിയ ഹാഷ് വാല്യൂവും സെയിം ആണോ എന്ന് നമ്മൾ നോക്കും. എന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ എന്നിട്ട് സെയിം ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ റിസോഴ്സസിന് പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല, എല്ലാം കറക്റ്റായിട്ട് തന്നെയാണ് എന്ത് നടന്നിട്ടുള്ളത്? ട്രാൻസ്മിഷൻ നടന്നിട്ടുള്ളത്. ഇനി മെത്തേഡ്സ് ടു എൻഷുർ. ഏതൊക്കെ മെത്തേഡ്സ്? ഹാഷ് ഫംഗ്ഷൻ മാത്രമല്ല, മെസ്സേജ് ഇൻറ്റഗ്രിറ്റി എൻഷുർ ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് ഹാഷ് ഫംഗ്ഷൻ. അതേപോലെ തന്നെ ഡിജിറ്റൽ സിഗ്നേച്ചർ യൂസ് ചെയ്യാം, മെസ്സേജ് ഒതൻറ്റിക്കേഷൻ കോഡ് യൂസ് ചെയ്യാം, എറർ ഡിറ്റക്ഷൻ കോഡ്സും യൂസ് ചെയ്യാം. ഇനി ഏതൊക്കെ സെനേറിയോസിലാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്? സെക്യൂർ കമ്മ്യൂണിക്കേഷൻ വേണ്ടപ്പം, സെക്യൂർ ഫയൽ ട്രാൻസ്ഫർ വേണ്ടപ്പം, IoT ഡിവൈസസുമായിട്ടുള്ള ഇൻ്റർഫെയർ വരുമ്പം, ഡേറ്റ സ്റ്റോറേജ് വരുമ്പോൾ, ഈ 4 കാര്യങ്ങളിലാണ് നമ്മൾ എന്ത് ചെക്ക് ചെയ്യുന്നത്? മെസ്സേജ് ഇൻറ്റഗ്രിറ്റി ചെക്ക് ചെയ്യുന്നത്. എന്തൊക്കെയാണ്? സെക്യൂർ കമ്മ്യൂണിക്കേഷൻ, ഫയൽ ട്രാൻസ്ഫർ, IoT ഡിവൈസസ് ആൻഡ് ഡേറ്റ സ്റ്റോറേജ്. എന്തുകൊണ്ടാണ് ഇത് ഇമ്പോർട്ടൻ്റ്? ഡേറ്റ ടാമ്പറിങ്ങിനെ റെഡ്യൂസ് ചെയ്യും. ടാമ്പറിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ചേഞ്ചസ് വരുന്നത് അതിനെ റെഡ്യൂസ് ചെയ്യും. കറക്റ്റ് ഡേറ്റാസാണ് കിട്ടുന്നതെന്നുള്ളത് ഉറപ്പ് വരുത്തും. ട്രസ്റ്റ് ബിൽഡ് ചെയ്യും. സെക്യൂരിറ്റീനെ എൻഹാൻസ് ചെയ്യും. റെഗുലേറ്ററി കോംപ്ലയൻസസിനെ, അതായത് റെഗുലേറ്ററി മെഷേഴ്സിനെയൊക്കെ സപ്പോർട്ട് ചെയ്യും. ഇതുകൊണ്ടാണ് എന്ത് ഇമ്പോർട്ടൻ്റ്? മെസ്സേജ് ഇൻറ്റഗ്രിറ്റി ഇമ്പോർട്ടൻ്റ്. അതത്രയേ ഉള്ളൂ. ഇനി വരുന്നതാണ് സ്മാർട്ട് സിറ്റി ആർക്കിടെക്ചർ. ഇത് നമ്മുടെ സെയിം നമ്മുടെ IoT ലെവൽസ് തന്നെ, അത് സ്മാർട്ട് സിറ്റിയുടെ ലെവലിലോട്ട് ഓരോ ലെയറിന് പേര് മാറ്റി കൊടുത്തിരിക്കുകയാണ് മാത്രമേ ഉള്ളൂ. ആ ലെയറിനെ പറ്റിയും പഠിക്കും നമ്മൾ. പിന്നെ കുറച്ച് കേസ് സ്റ്റഡീസ് ഉണ്ട്, ഒരു 3-4 എണ്ണം. സ്ട്രീറ്റ് ലൈറ്റ്, ട്രാഫിക് കൺട്രോൾ, എയർ പൊല്യൂഷൻ, 3 എണ്ണം. ഈ 3 എണ്ണം കേസ് സ്റ്റഡീസ് ഓരോ ലെയറിൽ എന്തൊക്കെയാണെന്നുമാണ് നമ്മൾ ഇതിനകത്ത് പറയാനായിട്ട് പോകുന്നത്. ഇത് ചോദിക്കും കേട്ടോ. ഈ 3 കേസ് സ്റ്റഡി, പിന്നെ നമ്മുടെ സ്മാർട്ട് സിറ്റി ആർക്കിടെക്ചർ, ഈ 4 ടോപ്പിക്സിനകത്തിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിരിക്കും. ഏതെങ്കിലും ഒരെണ്ണം ഉറപ്പായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ 2 ഓറിനകത്തിലും ഓരോന്ന് കയറി ചോദിക്കാനും ചാൻസ് ഉണ്ട്. 100% ഉറപ്പായിട്ടുള്ള ഒരു പോർഷനാണ് ഇത് പറയാൻ പോകുന്നത്. ഇതിൽ സ്മാർട്ട് സിറ്റി ആർക്കിടെക്ചർ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്കതിൻ്റെ കേസ് സ്റ്റഡീസ് സിമ്പിളായിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ 4 ലെയേഴ്സ് ഉണ്ട്, അറിയാലോ. സ്ട്രീറ്റ് ലെയർ 4 ലെയേഴ്സ്. ഏതൊക്കെയാണ് നമ്മുടെ IoTയുടെ ലെയേഴ്സ്? ഡേറ്റ ലിങ്ക് ലെയർ, നെറ്റ്വർക്ക് ലെയർ, ട്രാൻസ്പോർട്ട് ലെയർ, ആപ്ലിക്കേഷൻ ലെയർ. അത് തന്നെയാണ് ഇവിടെ.
സ്ട്രീറ്റ് ലെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡേറ്റ ലിങ്ക് ലെയറുമായിട്ട് സിമിലറാണ്. അതായത് നമ്മുടെ നോട്ട്സ് ആക്ടിവേറ്റ് ചെയ്യുന്ന ലെയറാണ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രീറ്റ് ലെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ. അതായത് നമ്മുടെ സെൻസേഴ്സ്, ആക്ച്വേറ്റേഴ്സ് കണ്ടോ, സ്മാർട്ട് ലൈറ്റുകൾ, മൾട്ടി സെൻസിങ് നോട്ട്സുകൾ, പാർക്കിംഗ് സെൻസേഴ്സ്, ക്യാമറാസ്, ഇവരൊക്കെയാണ് സ്ട്രീറ്റ് ലെയറിലുള്ളത്. ഇനി സിറ്റി ലെയർ എന്ന് പറയുമ്പോൾ നമ്മുടെ നെറ്റ്വർക്കിംഗ് ലെയർ, ഡിസ്ട്രിബ്യൂഷൻ സ്വിച്ചസ്, അതായത് ഡിസ്ട്രിബ്യൂഷൻ സ്വിച്ചസ് റൂട്ടിംഗ് ഒക്കെയാണ് ഇവിടെ നടക്കുന്നത്. ഓരോ പാക്കറ്റ്സ് ആക്കി അല്ലെങ്കിൽ ഓരോ സ്വിച്ചസ് ആക്കി നമ്മൾ അവരെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അതാണ് ഇവിടെ നടക്കുന്നത്, സിറ്റി ലെയറിൽ നടക്കുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ഡേറ്റ സെൻറ്റർ ലെയർ. അതെന്തായിരുന്നു? നമ്മുടെ പ്രോസസ്സിംഗ് ലെയർ. കണ്ടോ, നെറ്റ്വർക്കും ഗേറ്റ് വേസും നമ്മുടെ കൺട്രോളറും കാര്യങ്ങളും മെയിൻ പ്രോസസ്സിംഗ് എല്ലാം നടക്കുന്നത് ഡേറ്റ സെൻറ്റർ ലെയറിലായിരിക്കും. ലാസ്റ്റ് വരുമ്പോൾ സർവീസ് ലെയർ, അതായത് നമ്മുടെ ആപ്ലിക്കേഷൻ ലെയർ. അതിലെന്താ വരുന്നത്? നമ്മുടെ പാർക്കിംഗ് ലൈറ്റുകൾ. ഇവിടെ ലാസ്റ്റിൽ വരുമ്പോൾ നമ്മുടെ സെൻസേഴ്സ് ഒക്കെ ആയിരുന്നെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നപ്പോഴത്തേക്കിന് ആ സെൻസേഴ്സ് വെച്ചിട്ടുള്ള എന്തായി? ആപ്ലിക്കേഷൻസ് ആയി. പാർക്കിംഗ് ലൈറ്റുകൾ, സേഫ്റ്റി, സെക്യൂരിറ്റീസ്, ട്രാഫിക് മാനേജ്മെൻറ്റുകൾ, കാര്യങ്ങൾ എല്ലാം. ഓരോ ലെയറിനെ പറ്റിയാണ് പറയുന്നത്. സ്ട്രീറ്റ് ലെയറിൻ്റെ മറ്റൊരു പേരാണ് പെർസെപ്ഷൻ ലെയർ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഫൗണ്ടേഷൻ ലെയറാണ്. ഡേറ്റയെ കളക്ട് ചെയ്യും. ഫിസിക്കൽ എൻവയോൺമെൻറ്റിൽ നിന്ന് ഡയറക്റ്റ് ഡേറ്റ കളക്ഷനാണ് എവിടെ നടക്കുന്നത്? സ്ട്രീറ്റ് ലെയറിൽ നടക്കുന്നത്. എക്സാമ്പിൾ ട്രാഫിക് ഫ്ലോ, പൊല്യൂഷൻ്റെ ലെവൽ, എനർജി യൂസേജ്, ഇതൊക്കെയാണ് അവിടെ അനലൈസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നത് സിറ്റി ലെയർ. ഓർഡർ പഠിക്കണേ. സ്ട്രീറ്റ് ലെയർ, സിറ്റി ലെയർ, ഡേറ്റ സെൻറ്റർ ലെയർ, സർവീസ് ലെയർ. സിറ്റി ലെയർ, സ്ട്രീറ്റ്, സിറ്റി, ഡേറ്റ സെൻറ്റർ, സർവീസ്. ഓർക്കണം, ഫസ്റ്റ് സ്ട്രീറ്റ്, സിറ്റി, സെൻറ്റർ, ഡേറ്റ സെൻറ്റർ, സർവീസ് ലെയർ, 4 വരുന്നത്. അപ്പം സിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ, ട്രാൻസ്മിഷൻ ആൻഡ് റിസപ്ഷൻ ഒക്കെ ആയിരിക്കും ഇവിടെ എന്ത് ചെയ്യുന്നത്? പോസിബിൾ ആക്കുന്നത്. ഓക്കെ, ഇവിടെ നമ്മുടെ നെറ്റ്വർക്ക് ലെയർ കണ്ടോ, നമ്മുടെ IoT സിസ്റ്റത്തിലെ നെറ്റ്വർക്ക് ലെയറുമായിട്ടാണ് ഇതിനെ കറസ്പോണ്ട് ചെയ്തിട്ടുള്ളത്. കീ ഫങ്ഷൻസ്, ഡേറ്റ ട്രാൻസ്മിഷന്, കണക്ടിവിറ്റി, പ്രോട്ടോകോൾ മാനേജ്മെൻ്റ് ഒക്കെ. ഇനി വരുന്നതാണ് നമ്മുടെ ഡേറ്റ സെൻറ്റർ ലെയർ. അത് കമ്പ്യൂട്ടേഷണൽ കോർ, അതായത് നമ്മുടെ പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ് ഇവിടെ വരുന്നത്. കളക്ട് ചെയ്തിട്ടുള്ള ഡേറ്റാസിനെ എല്ലാം അഗ്രിഗേറ്റ് ചെയ്യുകയും നോർമലൈസ് ചെയ്യുകയും വിർച്വലൈസ് ചെയ്യുകയും അഗ്രിഗേഷൻ അനാലിസിസ് ആൻഡ് സ്റ്റോറേജ് ആണ് എന്ത് നടക്കുന്നത്? നമ്മുടെ ഡേറ്റ സെൻറ്റർ ലെയറിൽ നടക്കുന്നത്. കീ ഫീച്ചേഴ്സ്, ഡേറ്റ അഗ്രിഗേഷന്, നോർമലൈസേഷന്, വിർച്വലൈസേഷൻ എക്സെട്ര. ഇനി സർവീസ് ലെയർ. അവിടെ നമ്മുടെ ഡെലിവറിങ്, നമ്മുടെ സർവീസ് ലെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതുമായിട്ട് യൂസറുമായിട്ട് ഡയറക്റ്റ് ഇൻ്റർഫേസ് വരുന്ന ഒരു ലെയർ. ഇൻ്റർഫേസ് ആയിരിക്കും നമ്മുടെ അഡീഷണൽ ഇൻസൈറ്റും സർവീസസും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻ്റർഫേസ് ആയിട്ടായിരിക്കും സർവീസ് ലെയർ എന്ത് ചെയ്യുന്നത്? ആക്ട് ചെയ്യുന്നത്. നമ്മുടെ IoT ആർക്കിടെക്ചറിലെ ആപ്ലിക്കേഷൻ ലെയറുമായിട്ടാണ് ഇത് കറസ്പോണ്ട് ചെയ്യുന്നത്. കീ ഫങ്ഷൻസ്, സർവീസ് ഡെലിവറി, യൂസർ ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് ഡിസിഷൻ സർവീസസ്. ഓക്കെ, അതിലെ കുറച്ച് എക്സാമ്പിൾസാണ് നമ്മുടെ ട്രാഫിക് മാനേജ്മെൻറ്റും കാര്യങ്ങളും എല്ലാം. ഇനി ഓരോ കേസ് സ്റ്റഡീസിനെ പറ്റി പറയാം. ഫസ്റ്റ് കേസ് സ്റ്റഡി സ്ട്രീറ്റ് ലൈറ്റ്. ഇത് പഠിക്കുമ്പോൾ ഉണ്ടല്ലോടാ, ഇത് 8 മാർക്കിന് ചോദിക്കും. സ്ട്രീറ്റ് ലൈറ്റ് മാത്രം 8 മാർക്കിന് ചോദിക്കും. ഈ 4 പോയിൻ്റ് എഴുതിയാൽ മതിയോ? പോരാ. പകരം എന്ത് ചെയ്യണം? ഫസ്റ്റ് ഈ ഡയഗ്രാം വരയ്ക്കണം. ഫസ്റ്റ് ആർക്കിടെക്ചറിൻ്റെ ഡയഗ്രാം വരയ്ക്കണം. ആർക്കിടെക്ചറിൻ്റെ ഡയഗ്രാം വരച്ചിട്ട് അതിനകത്തിൽ ഓരോ ലെയറിനെ പറ്റി എഴുതണം. സ്ട്രീറ്റ് ലെയർ എന്താണെന്ന് എഴുതിയിട്ട് കറസ്പോണ്ടിങ് സ്ട്രീറ്റ് ലെയറിൽ എന്തുവാ ഉള്ളതെന്ന് എഴുതണം. ഫസ്റ്റ് സ്ട്രീറ്റ് ലെയർ എന്ന് ഹെഡിങ് കൊടുത്തിട്ട് എന്താണ് സ്ട്രീറ്റ് ലെയർ എന്നൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. എന്നിട്ട് ഇൻ ദ കേസ് സ്റ്റഡി ഓഫ് സ്ട്രീറ്റ് ലെയർ ദ സെൻസേഴ്സ് ഡിറ്റക്ട് ദ ലൈറ്റ് ലെവൽസ് ആൻഡ് മോഷൻ ടു കൺട്രോൾ വെയർ ദ ലൈറ്റ് ടേൺ ഓഫ്. എന്നിട്ട് സ്ട്രീറ്റ് ലെയർ എന്താണ് ചെയ്യുന്നതെന്ന് സെപ്പറേറ്റ് ഹൈലൈറ്റ് ചെയ്ത് പറയണം. അടുത്തത് നെറ്റ്വർക്ക് ലെയർ എന്തുവാണെന്ന് പറയണം. അത് കഴിഞ്ഞിട്ട് അതെന്താണ് ചെയ്യുന്നതെന്ന് പറയണം. അതേപോലെ തന്നെ ഡേറ്റ സെൻറ്റർ ലെയർ, സർവീസ് ലെയർ. ഇനി ഒറ്റയ്ക്ക് ഇതിൻ്റെ മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ വരും? 3 മാർക്കിന് ചോദിക്കുവാണെങ്കിൽ ഇത്ര മാത്രം എഴുതിയാൽ മതി. അല്ലാതെ ഹയർ മാർക്സ് essay പോർഷൻസിൽ ചോദിക്കുവാണെങ്കിൽ വലുതായിട്ട് തന്നെ എഴുതണം. സ്ട്രീറ്റ് ലൈറ്റ് എന്താ ചെയ്യുന്നത്? ഫസ്റ്റ് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിയും
മോഷനും എല്ലാം എന്ത് ചെയ്യും, സെൻസ് ചെയ്യും. അതാണ് സ്ട്രീറ്റ് ലെയറിൽ നടക്കുന്നത്. എന്നിട്ട് അത് എവിടോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യും, അത് അതിൻ്റെ മണ്ടയ്ക്കോട്ട് ഡേറ്റാ സെൻറ്റർ ലെയറിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യും. ആ ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്ന എവിടെ, നെറ്റ്വർക്ക് ലെയറിലും. ഡേറ്റാ സെൻറ്റർ ലെയറിൽ ഇത് എത്തിക്കഴിഞ്ഞാൽ അതിനെ അനലൈസ് ചെയ്യുകയും അഗ്രിഗേറ്റ് ചെയ്യുകയും ചെയ്യും. ലാസ്റ്റ് സർവീസ് ലെയർ എന്തെടുക്കും, നമ്മുടെ സിറ്റിസൻസിൻ്റെ എൻവയോൺമെൻറ്റും കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കി, ഡേ ആൻഡ് ലൈറ്റ് മനസ്സിലാക്കി ആ പ്രോഗ്രാം ചെയ്ത് വെച്ചേക്കുന്ന അനുസരിച്ച് ഓൺ ആവാനും ഓഫ് ആവാനും തുടങ്ങും. അതാണ് സ്ട്രീറ്റ് ലൈറ്റ്. ഇനി സിമിലർലി ട്രാഫിക് കൺട്രോൾ വരുമ്പോൾ എന്താണ് വരുന്നത്, സ്ട്രീറ്റ് ലെയറിൽ ക്യാമറാസ് കാണും, സെൻസേഴ്സിനകത്തിൽ ക്യാമറാസ് കാണും. ഓക്കെ, അടുത്ത നെറ്റ്വർക്ക് ലെയറിൽ ഡേറ്റയെ ട്രാൻസ്മിറ്റ് ചെയ്യും. ഡേറ്റാ സെൻറ്റർ ലെയറിൽ AI യൂസ് ചെയ്ത് നമ്മൾ അതിനെ അനലൈസ് ചെയ്യുകയും അഗ്രിഗേറ്റ് ചെയ്യുകയും ചെയ്യും. ലാസ്റ്റ് സർവീസ് ലെയറിൽ എന്ത് ചെയ്യും, ട്രാഫിക്കിൻ്റെ സിഗ്നൽ എത്ര സമയം എടുത്തു, ഇപ്പോൾ ഇത്ര നമ്പറിൽ കൂടുതൽ ക്യൂ വരുവാണെങ്കിൽ അല്ലെങ്കിൽ ഇത്ര ടൈം കഴിയുമ്പോഴത്തേക്കിനും എന്ത് ചെയ്യും, ഡൈനാമിക് ആയിട്ട് തന്നെ ട്രാഫിക് ലൈറ്റ് മാറിക്കൊണ്ടേ ഇരിക്കും. അതാണ് ട്രാഫിക് കൺട്രോൾ. ഇനി എയർ പൊല്യൂഷനകത്തിൽ സ്ട്രീറ്റ് ലൈറ്റിൽ എന്തെല്ലാം കാണും, പൊല്യൂഷൻ അല്ലെങ്കിൽ എയർ ക്വാളിറ്റി മോണിറ്ററിങ് സെൻസേഴ്സ് കാണും. നെറ്റ്വർക്ക് ലെയറിലും അത് ഡേറ്റാസിനെയൊക്കെ അഗ്രിഗേറ്റ് ചെയ്യുകയും ട്രാൻസ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യും. ഡേറ്റാ സെൻറ്റർ ലെയറിൽ ആ ഡേറ്റാസിനെ അനലൈസ് ചെയ്യും. എന്നിട്ട് സർവീസ് ലെയറിൽ എന്ത് സംഭവിക്കും, അതിൻ്റെ എയർ ക്വാളിറ്റി മെഷർ ചെയ്ത് ആപ്സ് വഴി നമുക്ക് അലേർട്ട്സ് പ്രൊവൈഡ് ചെയ്യും. അത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഇതെല്ലാം ചോദിക്കുമ്പോൾ എന്ത് എഴുതണം, പക്ഷേ ആദ്യമേ എല്ലാ ലെയറിൻ്റെയും ഫങ്ഷനാലിറ്റിയും ഇതും എഴുതണം. പിന്നെ എല്ലാ ലെയറിൻ്റെ ഫസ്റ്റ് ഫങ്ഷൻ എന്ത് എഴുതാം, സ്ട്രീറ്റ് ലെയറും സിമിലർ ടു എന്താ ഡേറ്റാ ലിങ്ക് ലെയർ ഇൻ IoT. പിന്നെ സിറ്റി ലെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിമിലർ ടു നെറ്റ്വർക്ക് ലെയർ. അടുത്തത് ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ പ്രോസസ്സിംഗ് ലെയർ. ഏറ്റവും മണ്ടയ്ക്കെത്തിയത് ആപ്ലിക്കേഷൻ ലെയർ. അതെല്ലാത്തിൻ്റെ ഓരോ പോയിൻ്റായിട്ട് നമുക്ക് എഴുതാനായിട്ട് പറ്റും. പിന്നെ ബാക്കി നമുക്കറിയാമല്ലോ, നമ്മൾ IoTക്കകത്ത് പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ എന്ത് ചെയ്താലും മതി, എഴുതി വെച്ചിരുന്നാലും മതി. അത്രയേ ഉള്ളൂ. നമ്മുടെ അപ്പോൾ കംപ്ലീറ്റ് IoT തീർന്നു.